ട്രംപിൽ വിശ്വാസമില്ല. ട്രംപ് ലോകചതിയൻ. ഏത് സമയത്താണ് പൊട്ടൻ നയങ്ങളും തീരുമാനങ്ങളും എടുത്ത് നിലപാട് കടുപ്പിക്കുക എന്നത് അറിയാൻ സാധ്യമല്ല. അത് പലകുറി ട്രംപ് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഉള്ള സമ്പാദ്യം അമേരിക്കൻ ബാങ്കിൽ നിക്ഷേപിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് കടക്കുകയാണ് രാജ്യങ്ങൾ. യുഎസിന്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൽ നിക്ഷേപിച്ച ടൺ കണക്കിന് സ്വർണ്ണശേഖരം തിരിച്ചെടുക്കാൻ ജർമ്മനിയും ഇറ്റലിയും. ലോകത്തെ ഏറ്റവും അധികം കരുതൽ സ്വർണ്ണശേഖരമുള്ള രാജ്യങ്ങളിൽ മുന്നിലാണ് ഈ രണ്ട് രാജ്യങ്ങൾ. ഇറ്റലിക്ക് ഏകദേശം 2500 ടണ്ണും ജർമ്മനിക്ക് 3500 ടണ്ണുമുണ്ട്. ഇതിൽ യുഎസിൽ നിക്ഷേപിച്ചിട്ടുള്ള ഏകദേശം $245 ബില്യൺ, അതായത് ഏകദേശം 20 ലക്ഷം കോടി രൂപ വില വരുന്ന സ്വർണം തിരിച്ചെടുക്കാനാണ് ഇപ്പോൾ നീക്കം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളിലെ അവിശ്വാസമാണ് ഈ നീക്കത്തിന് പിന്നിൽ. ട്രംപ് എപ്പോൾ എന്ത് തീരുമാനിക്കും എന്നത് സംബന്ധിച്ച അവ്യക്തതയും ഫെഡറൽ റിസർവിന്റെ പ്രവർത്തനങ്ങളിൽ കൈകടത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളും ഇറാനെ ആക്രമിച്ച തീരുമാനവും ഇറ്റലിയും ജർമ്മനിയും കണക്കിലെടുക്കുകയാണ്. അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ തയ്യാറാകാത്ത ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെ ട്രംപ് വ്യക്തിപരമായി തന്നെ പലവട്ടം കടന്നാക്രമിച്ചിരുന്നു. ഫെഡറൽ റിസർവിന്റെ തലപ്പത്ത് തന്റെ വിശ്വസ്തനെ കൊണ്ടുവരാനുള്ള നീക്കവും ട്രംപ് നടത്തുന്നുണ്ട്. ഭൗമ രാഷ്ട്രീയ സംഘർഷം, യുഎസിന്റെ സാമ്പത്തിക ഞെരുക്കം എന്നിവയുടെ പശ്ചാത്തലത്തിൽ യുഎസിലെ സ്വർണ്ണശേഖരം ഉൾപ്പെടെയുള്ള വിദേശ ആസ്തി മരവിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചേക്കും എന്ന ഭയമാണ് സ്വർണ്ണശേഖരം തിരികെ എടുക്കാൻ ഇറ്റലിയും ജർമ്മനിയും പ്രേരിപ്പിക്കുന്നത്. യുഎസ് പൊതുവെ രാഷ്ട്രീയ സ്ഥിരതയുള്ളതും ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുമാണ് എന്നത് പരിഗണിച്ചാണ് വിവിധ രാജ്യങ്ങൾ കരുതൽ സ്വർണ്ണശേഖരം ഫെഡറൽ റിസർവിൽ നിക്ഷേപിക്കുന്നത്. ഫെഡറൽ റിസർവിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യവും അനുകൂല ഘടകമായിരുന്നു. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ, കറൻസികളുടെ അസ്ഥിരത എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ വിദേശത്തെ സ്വർണ്ണ നിക്ഷേപം സ്വന്തം നാട്ടിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിക്ഷേപിച്ച സ്വർണ്ണശേഖരം റിസർവ് ബാങ്ക് തിരികെ ഇന്ത്യയിൽ എത്തിച്ചത് സമീപകാലത്താണ്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ സ്വർണം നമ്മൾ തിരിച്ചു വാങ്ങി നമ്മുടെ രാജ്യത്ത് എത്തിച്ചില്ലായിരുന്നു എങ്കിൽ ഈ കണ്ട രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നത് പോലെ നമ്മളും നിൽക്കേണ്ടി വരുമായിരുന്നു. ട്രംപിന്റെ രണ്ടാം വരവും പിന്നാലെ ആഗോള വിപണിയിൽ ഉണ്ടായേക്കാവുന്ന ചലനങ്ങൾ മുൻകൂട്ടി കണ്ട ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധരും രഹസ്യാന്വേഷണ ഏജൻസികളും ഭരണാധികാരികളും മറ്റുള്ളവരെ ഒന്നും അറിയിക്കാതെ നേരെ പോയി കാര്യം നടത്തി തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭാരതത്തിന്റെ സ്വത്തായ 855 ടൺ സ്വർണ്ണശേഖരത്തിന്റെ 510.5 ടൺ സ്വർണവും നമ്മുടെ രാജ്യത്ത് തന്നെ സുരക്ഷിതമാണ്. സ്വർണ്ണ കൈമാറ്റത്തിന്റെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെയായിരുന്നു നീക്കങ്ങൾ അത്രയും. ഇതിനു മുൻപ് കഴിഞ്ഞ മെയ് മാസത്തിൽ യുകെയിൽ നിന്ന് 100 ടൺ സ്വർണം കൊണ്ടുവന്നതായി സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യക്ക് പുറത്ത് നിലവിൽ 324 ടൺ സ്വർണമാണുള്ളത്. യുകെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് എന്നിവയുടെ സുരക്ഷിത സങ്കേതങ്ങളിലാണ് ഇത്രയും സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത്. അതേസമയം രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിൽ സ്വർണത്തിന് നിർണായക പങ്കുണ്ട് എന്ന കാര്യം പറയേണ്ടതില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോഴും മൂല്യം കുത്തനെ ഇടിയാതെ നിലനിൽക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് സ്വർണം ഇപ്പോഴും അപ്രമാദിത്യ ശക്തിയായി തുടരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ കരുതലായി വൻതോതിൽ സ്വർണം ശേഖരിച്ചു വെക്കുന്നു. ഒരു രാജ്യത്തെ കറൻസിയുടെ മൂല്യത്തിന് ആ രാജ്യത്തെ സ്വർണ്ണ ശേഖരവുമായി ബന്ധമുണ്ട്. അതായത് സ്വർണത്തിന്റെ വില രാജ്യത്തെ കറൻസിയുടെ കരുത്തിനെ ബാധിക്കുന്നു എന്ന് ചുരുക്കം. രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സുരക്ഷിത ആസ്തിയായി കരുതി സ്വർണത്തിന് മുൻഗണന നൽകുന്നതും അതുകൊണ്ടാണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വിലയെയും വായ്പാ യോഗ്യതയും സ്വാധീനിക്കുന്നത് സ്വർണ്ണശേഖരം എപ്പോഴും നിർണായകമായ പങ്കുവഹിക്കുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തിലും ധനകാര്യത്തിലും സ്വർണത്തിന് നിർണായകമായ സ്വാധീനമുണ്ട്. വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിൽ സഹായിക്കുന്നു. വായ്പകൾക്കുള്ള ഈടായും സ്വർണം ഉപയോഗിക്കുന്നു. സ്വർണ്ണശേഖരം വായ്പാ യോഗ്യത വർദ്ധിപ്പിക്കുകയും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഒരു രാജ്യത്തിന്റെ നിലയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. പണപ്പെരുപ്പത്തിൽ നിന്നും കറൻസിയുടെ മൂല്യ തകർച്ചയിൽ നിന്നും സംരക്ഷണം നൽകാനും സ്വർണത്തിന് സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മസ്.